ഒരു പെണ്ണ് സെറ്റ് ആയപ്പോഴത്തേനും അവൻ്റെ നാണം നോക്കിക്ക്. ചുമ്മാ കളിക്കാ. 28 വർഷത്തെ കാത്തിരിപ്പ് എന്താല്ലേ? ആടാ സത്യം. അളിയ, അവള് നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പെങ്കൊച്ച. അവളെ എങ്ങനെ മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും നിനക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് എന്തെങ്കിലും അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്തോളാം കേട്ടാ. പറഞ്ഞെന്നുള്ളൂ, അവസാനം വില കളയരുത്, ഇത്ര പറയാനുള്ളൂ. വില ഞാൻ കളയത്തില്ല. അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചേക്കും. അവസാനം അവള് നിന്റെ ജീവിതം എവിടെയെങ്കിലും പിഴിഞ്ഞു വെക്കാണ്ട് നോക്കിക്കോ. നല്ല റൈമിങ്. താങ്ക് യു. ഈ റൈമിനുള്ള ചിരിയെ ഞാൻ 5 മിനിറ്റ് കഴിയുമ്പോൾ ചിരിക്കാതെ. അല്ലടാ, നീ അവൾക്ക് വേണ്ടി എന്തൊക്കെ ഒഴിഞ്ഞെന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെയാണ് ഈ ഒഴിഞ്ഞത്? ഞാൻ PUBG ഡിലീറ്റ് ചെയ്തടാ. അന്ന് ഫോണിൽ സ്പേസ് ഉണ്ടായിരുന്നില്ലേ? അതൊന്നുമല്ല, ഞാനേ ഈ PUBG ഒന്നും കളിക്കുന്ന അവൾക്ക് അത്ര ഇഷ്ടമല്ല. കളഞ്ഞ് കളഞ്ഞ് അവൾക്ക് വേണ്ടി. പിന്നെ ഞാൻ എൻ്റെ പേരിൻ്റെ അറ്റത്ത് നമ്പ്യാറെന്ന് കൂടെ ചേർക്കാൻ തീരുമാനിച്ചു. അതെന്തിനു? കപ്പിൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ വൈറലാവാനാതാ നല്ലത് നമ്മൾ പറഞ്ഞു. ഇവിടെ നാണില്ലല്ലോ ഇവിടെ മ്ലേച്ഛ. ഇവിടെ നീ എങ്ങനെയാണോ അത് വേണം അവളെ ഇഷ്ടപ്പെടാനായിട്ട്, അല്ലാതെ അവൾക്കനുസരിച്ച് നീ മാറരുത്. എനിക്കതൊന്നുകൂടി ചിന്തിക്കാനും കൂടി വയ്യ. ഇവനോട് പറയണ്ടായിരുന്നു. ഹലോ, ഇല്ലില്ല, തീരുമാനമൊന്നും മാറൂല, എല്ലാം പക്ക. ഓക്കെ, ഞാൻ വൈകിട്ട് നേരത്തെ വരാം. ശരി. ആരാടാ വിളിച്ചേ? അവളാടാ. ഓ, ഞാനതങ്ങ് മറന്നു. നീന്നും കണ്ടല്ലേ അവിടെ വാപ്പനെ എങ്ങനെ കാണാൻ പോകുന്നു? ഇപ്പോൾ കാണുന്നതിന് മുന്നേ ഞാൻ കൺവേർട്ട് ചെയ്യണമെന്ന്. എടാ, നീ ഇടയ്ക്കല്ലേ BSc നിന്ന് ജിയോയിലോട്ട് കൺവേർട്ടാക്കി? ഇത് ആ കൺവേർട്ടല്ല, ഞാൻ അവരുടെ കൂട്ടത്തിൽ ഒരാളാവണമെന്ന്. അവരുടെ കൂട്ടത്തിലൊരാളോ? എടാ, നമുക്ക് പൊന്നാനി വരെ ഒന്ന് പോകണമെന്ന്. എടാ, നല്ല ഫ്രഷ് മീനോട് വൈപ്പിന് കിട്ടും. നീ എന്നാ തന്നെ പൊന്നാനിയിലൊക്കെ പോകുന്നു? എടാ, മീൻ മേടിക്കാനല്ല പൊന്നാനി പോണേ. ഒന്നും അറിയാത്ത പോലെ ആലോചിച്ച് നോക്ക്. എടാ കള്ളത്തെണ്ടി, നീ അല്ലടാ പറഞ്ഞത് നമ്മൾ ആമ്പിള്ളേർ വിലകളല്ല നിന്ന് നിൽപ്പിൽ നമ്മുടെ തീരുമാനങ്ങൾ മാറ്റില്ലെന്നൊക്കെ. എടാ, ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ ഉപ്പാടെ ബിസിനസ് മൊത്തം നോക്കാൻ പോണത് ഞാൻ. അങ്ങനെ നോക്കുമ്പോൾ എനിക്കിതൊരു ലാഭമല്ലേ? ദിസ് ഈസ് ബിസിനസ്. കള്ള ശുന്നത്ത് തെണ്ടി.